നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. പെരുങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ ഷഷ്ഠി വർണ്ണാഭമായി ആഘോഷിച്ചു. കുപ്രസിദ്ധ ഗുണ്ട ഹരീഷും കൂട്ടാളിയും പോലീസ് പിടിയിലായി. ഏങ്ങണ്ടിയൂർ കോട്ടക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. പെരുങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ ഷഷ്ഠി വർണ്ണാഭമായി ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും വിവിധ അഭിഷേകങ്ങളും ഉണ്ടായി. വിവിധ ദേശങ്ങളിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലെത്തിയ കാവടികൾ നാഗസ്വരത്തിന്റെയും ബാൻഡ് വാദ്യത്തിന്റെയും അകമ്പടിയോടെ നിറഞ്ഞാടി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി നേതൃത്വം നൽകി. മൂത്തേടത്തറ, കിഴക്കുമുറി എന്നീ ദേശങ്ങളാണ് ഇത്തവണ ഷഷ്ഠി മഹോത്സവത്തിൽ പങ്കാളികളായത്. KSKTU കർഷക തൊഴിലാളി യൂണിയൻ താന്യം തെക്ക് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. KV ഭക്തവത്സലൻ അധ്യക്ഷനായി. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ, യൂണിയൻ ചേർപ്പ് ഏരിയ സെക്രട്ടറി KC രമേശ്, ഏരിയ പ്രസിഡന്റ് MV മുകേഷ്, തങ്കമണി ശശിധരൻ, താന്യം പഞ്ചായത്ത് അംഗങ്ങളായ OS അഷറഫ്, ശ്രീകല സന്തോഷ്, പ്രജിഷ രതീഷ്, CDS ചെയർപേഴ്സൺ സുജിത നിരേഷ് എന്നിവർ സംസാരിച്ചു. ഇതൊരു രാഷ്ട്രീയ മീറ്റിംഗ് അല്ല. രാഷ്ട്രീയം ഉണ്ട് ഇതില്, പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് ചേർന്ന ഒരു മീറ്റിംഗ് അല്ല. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ മണ്ണിൽ പണിയെടുക്കുന്നവരുടെ സംഘടനയാണ്. മണ്ണിൽ വിയർപ്പൊഴുക്കി ചോര വിയർപ്പാക്കി പണിയെടുത്ത് മണ്ണിൽ പൊന്നു വിളയിച്ച നല്ലവരായ തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ള പെൻഷൻകാരുടെ ഒരു സംഗമ വേദിയാണ് ഇപ്പോൾ ഈ പ്രദേശം എന്ന് നമുക്ക് കറ്റ നോട്ടത്തിൽ മനസ്സിലാവും. നമുക്ക് എന്തിനാ പെൻഷൻ തരണത്? ഇപ്പൊ പെൻഷൻ എത്ര കിട്ടുന്നത്? 1600. 1600 മതിയോ പെൻഷൻ? അതാണ് കാര്യം. അപ്പൊ 1600 പോരാ എന്ന കാര്യം ഒരു സംശയമില്ലാത്ത രീതിയിൽ നമ്മളെ ചേച്ചിയോടെ പറഞ്ഞിട്ടുണ്ട്, അമ്മായി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് സ്വീകരിക്കാവുന്ന കാര്യമാണ്, ഒരു സംശയമില്ല. 1600 പോരാ. എത്ര വേണം? എത്ര കിട്ടിയാലും കുഴപ്പമില്ല. എന്നാലും അല്ലേ ഒരു 2000 ആക്കണ്ടേ? ഒരു 2000. കരാത്തെ ദോ ഗോജുക്കാൻ കസോഖോക്കായ് ഇന്ത്യയും TSGA കരാത്തെ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ച CBSE ഇന്റർ സ്കൂൾ ഇൻവിറ്റേഷണൽ കരാത്തെ ചാമ്പ്യൻഷിപ്പ് ത്രിപുര TSGA അക്കാദമിയിൽ വെച്ച് നടന്നു. TSGA അക്കാദമി വൈസ് പ്രസിഡന്റ് CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. കരാട്ടെ ഒരു ആയോധന കല, നമ്മുടെ സുരക്ഷിതത്വത്തോടൊപ്പം തന്നെ ആരോഗ്യപരമായി നിലനിൽക്കുന്ന ഒരു കലയാണ് കരാട്ടെ. കായിക രംഗത്തുള്ള ഏത് ഇനങ്ങളായാലും അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി, ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് നേരെ വരുന്ന അക്രമത്തെ ചെറുക്കുക എന്നുള്ളതാണ് കരാട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം ആരോഗ്യമുള്ള ഒരു പുതിയ വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് കൂടിയാണ് കരാട്ടയിലൂടെ കാണുന്നത്. ശ്രീ മധു വിശ്വനാഥിന്റെ നേതൃത്വത്തിലും ശ്രീ മുഹമ്മദ് ആഷിമിന്റെ ഒക്കെ നേതൃത്വത്തിൽ നിരവധി വർഷമായി ഈ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്.
പ്രത്യേകിച്ച് ഈ ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡോർ സ്റ്റേഡിയങ്ങളൊന്നാണ്. ഇന്ത്യയിലെ നാഷണൽ ഗെയിംസിലെ ബോക്സിംഗ് ഉൾപ്പെടെയുള്ള വലിയ ചാമ്പ്യൻഷിപ്പുകൾ നടന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ്. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ഇൻഡോർ സ്റ്റേഡിയം വേണമെങ്കിൽ പറയാം. ഏകദേശം 350-ൽ പരം ആളുകളുടെ നേതൃത്വത്തിൽ 35 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭം കുറിച്ചതാണ് ഈ സ്റ്റേഡിയം. ഗോജുഖാൻ ദേശീയ പ്രസിഡന്റ് മധു വിശ്വനാഥ് അധ്യക്ഷനായി. ഗോജുഖാൻ കേരള പ്രസിഡന്റ് തോമസ് വട്ടോളി, ജോയിന്റ് സെക്രട്ടറി കാർത്തിക, TSGA ഭാരവാഹികളായ CG അജിത് കുമാർ, TR ദില്ലി രത്നം എന്നിവർ സംസാരിച്ചു. 10 CBSE സ്കൂളുകളിൽ നിന്നായി 200-ൽ പരം വിദ്യാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. 152 പോയിന്റോടെ ശ്രീ സായി വിദ്യാഭവൻ പടിഞ്ഞാറെ വെമ്പല്ലൂർ ഓവറോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ലെമർ പബ്ലിക് സ്കൂൾ നാട്ടിക ഫസ്റ്റ് റണ്ണറപ്പ് സ്ഥാനവും അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ, ഭാരതീയ വിദ്യാഭവൻസ് കൊടുങ്ങല്ലൂർ എന്നീ സ്കൂളുകൾ സെക്കൻഡ് റണ്ണറപ്പ് സ്ഥാനവും പങ്കിട്ടു. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും മെഡലുകൾ നൽകി ആദരിച്ചു. KSSPU തളിക്കുളം യൂണിറ്റിന്റെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ കുമുദാബായി ടീച്ചറുടെ കവിതകൾ എൻ്റെ നാട് പുസ്തക പ്രകാശനം ചെയ്തു. കുമുദാബായി ടീച്ചറുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ KSPU യൂണിറ്റ് സെക്രട്ടറി MV ജയപ്രകാശൻ അധ്യക്ഷനായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത പുസ്തക പ്രകാശനം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ പുസ്തകം സ്വീകരിച്ചു. KR ബൈജു, BN ജയാനന്ദൻ, TR കേശവൻ, പ്രസന്നകുമാരി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് KSPU തളിക്കുളം യൂണിറ്റ് കുമുദാബായി ടീച്ചറെ ആദരിച്ചു. കുടുംബാംഗങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു. വിശിഷ്ട വ്യക്തികൾ ഒരുപാട് പേര് സംസാരിക്കാറുണ്ട്. എന്തായാലും ഏറെ സന്തോഷം ബൈജുമാഷും ഷൈജൊക്കെ എല്ലാവരോടും. നിങ്ങൾ ഇതിനോടൊപ്പം നിന്ന് കൊടുക്കാൻ മനസ്സുണ്ടല്ലോ. അമ്മയാണ്, അമ്മയുടെ കവിത ഞങ്ങൾ അറിഞ്ഞാൽ മതി. പിന്നീടാണ് അത് പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് എന്ത് ഇത്രയും ബുദ്ധിമുട്ടുകളാണ് അല്ലേ. പ്രകാശനം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആരും പബ്ലിഷേഴ്സിനെ കണ്ടെത്തണം അല്ലേ കൃത്യമായിട്ട് ഇറക്കണമെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ ആളുകളെ കണ്ടെത്തണം. അതിന്റെ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കണം എന്നുള്ളതൊക്കെ വെറുതെ പുസ്തകം അടിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ നിയമ നടപടികളെല്ലാം എന്താ പറയാ വളരെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ശില്പി CH മുഹമ്മദ് കോയയുടെ ചരമവാർഷിക ദിനത്തിൽ തളിക്കുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ PK ഷിഫാന ഉദ്ഘാടനം ചെയ്തു. ആ ഒരു മുദ്രാവാക്യമെല്ലാം ഉയർത്തിപ്പിടിച്ച് ആ മുദ്രാവാക്യമെല്ലാം കേട്ടുകൊണ്ടാണ് ഞാൻ അടങ്ങുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തർ സംഘടന സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ പാർട്ടിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഞാനൊക്കെ കൂടുതലായിട്ട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പഠിക്കുക വീണ്ടും പഠിക്കുക എന്നുള്ളത്. നമ്മൾ വേറെ ഒരു വിദ്യാർത്ഥി സംഘടനയെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത്രയും മനോഹരമായൊരു മുദ്രാവാക്യം ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഇത്രയും എഡ്യൂക്കേഷനിൽ വിദ്യാഭ്യാസ രംഗത്തിൽ ഇത്രയും പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടി തന്നെ ഇല്ല. ഒറ്റൊരു പാർട്ടി മാത്രമേ ഉള്ളൂ, അത് MSF ആണ്, അത് മുസ്ലിം ലീഗാണ്. ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സമൂഹത്തിലായിക്കോട്ടെ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിലുടനീളം നമുക്ക് എടുത്തു നോക്കുമ്പോൾ എത്രയോ സർവകലാശാലകൾ നിർമ്മിച്ചത് നമ്മുടെ MSFന്റെ സംഭാവന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംഭാവനയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലയും ഞാൻ ചെയർപേഴ്സൺ ആയിരിക്കുന്ന CHന്റെ സർവകലാശാല അടക്കം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഞാൻ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ സ്വദേശിയാണ്. ഞാൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് K ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, PM അബ്ദുൽ ജബ്ബാർ, VC അബ്ദുൽ ഗഫൂർ, PH ഷഫീഖ് ഹുസൈൻ, നിഷ ഇക്ബാൽ, സൈദ സിറാജ്, നാസിദ റഷീദ്, ജമീല അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് വടക്ക് കിഴക്ക് വേലാഘോഷ കമ്മിറ്റിയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നേത്ര വിഭാഗവും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി പ്രസിഡന്റ് ദേവജിത്ത് അധ്യക്ഷനായി. അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്, അന്തിക്കാട് SI കൊച്ചുമോൻ ജേക്കബ്, കമ്മിറ്റി സെക്രട്ടറി ഗ്രിദിക്, വൈസ് പ്രസിഡന്റ് വിജി സിരാജ് എന്നിവർ സംസാരിച്ചു. വടക്ക് കിഴക്ക് വേലാഘോഷ കമ്മിറ്റിയിലെ മെമ്പർമാർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നേത്ര ബാങ്കിലേക്ക് നേത്രദാന സമ്മതപത്രം കൈമാറി. ഫോട്ടോഗ്രാഫറായ രാകേഷിനെ ചടങ്ങിൽ ആദരിച്ചു. ഇവിടെ വടക്കിഴക്ക് പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നേത്ര
പരിശോധന ക്യാമ്പാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. വളരെ ഭംഗിയായ രീതിയിൽ തന്നെ അവർ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പരമാവധി ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവരെല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനം ഇനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ കാൽനട ജാഥയ്ക്ക് തുടക്കമായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു നിർവഹിച്ചു. കേരളത്തിലെ ജനങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാണുന്നു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന ഗവൺമെന്റെല്ലാം കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം കൃത്യമായി നടത്തിയതിന് ഫലമായി രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയായി നിൽക്കുന്ന സമയത്താണ്. ഏത് പദ്ധതി എടുത്താലും ഏത് വകുപ്പെടുത്താലും കേരളമാണ് ഇന്ന് ഒന്നാം സ്ഥാനത്ത്. ആ സ്ഥാനം അലങ്കരിക്കുക മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെല്ലാം വ്യത്യസ്ത പദ്ധതിയിലൂടെ നാട്ടിലെ ജനതയും അനുഭവിച്ചത്. കൺവീനർ രജനി ബാബു അധ്യക്ഷയായി. സംഘാടക സമിതി ചെയർമാൻ വിജയരാഘവൻ തട്ടുപറമ്പിൽ, ജാഥ ക്യാപ്റ്റൻ CPM ലോക്കൽ സെക്രട്ടറി KB ഹംസ, വൈസ് ക്യാപ്റ്റൻ CPI ലോക്കൽ സെക്രട്ടറി മണി നാട്ടിക, മാനേജർ CPM ഏരിയ കമ്മിറ്റി അംഗം MR ദിനേശൻ, ഡയറക്ടർ NCP ബ്ലോക്ക് പ്രസിഡന്റ് CR സുരേന്ദ്രൻ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AG സുഭാഷ്, NCP ജില്ലാ വൈസ് പ്രസിഡന്റ് UK ഗോപാലൻ എന്നിവർ സംസാരിച്ചു. ജാഥയിൽ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കളും ജനപ്രതിനിധികളും നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. തിരികെ വാർത്തകളിലേക്ക്. നാട്ടിക നിയോജക മണ്ഡലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 25 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ചാഴൂർ പഞ്ചായത്ത് 9ാം വാർഡ് 22ാം നമ്പർ കരൂപ്പാടം അംഗനവാടിയുടെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. അത് പ്രഖ്യാപനം മാത്രമല്ല,
നടപ്പിലാക്കുന്നൊരു അനുഭവം കൂടിയാണ് എൻ്റെ മനസ്സിലുള്ളത്. എന്ത് പ്രഖ്യാപിച്ചാലും നടക്കാത്ത ചില അനുഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി തിരുത്തി നമുക്ക് നടക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാഴൂർ പഞ്ചായത്തിൻ്റെ എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം HFP കനാലാണ്. ആ കനാൽ നമ്മുടെ ചാഴൂരുമായി ബന്ധപ്പെട്ട ഒരു 2.5 കോടി രൂപയുടെ വികസനം മുടങ്ങിക്കിടന്നിരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് പണിത് കഴിഞ്ഞ അപ്പം തന്നെ സമയം ഇതിന്മാരോട് ചോദിച്ചു. ഞാൻ ആ തകരപ്പാട്ടൊക്കെ എടുത്ത് കളഞ്ഞ് വാഹനം ഓടാനുള്ള സൗകര്യം എൻ്റെ പേരൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല എന്ന്. അവരുടെ കാര്യമില്ല. കാരണം എന്താ, നമ്മൾ ഈ വികസനമായി നടന്നു പോകുമ്പോൾ പേരല്ല പ്രധാനം, ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ഭിന്നി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ, മെമ്പർമാരായ രമ്യ ഗോപിനാഥ്, ഷീബ ഫ്രാൻസിസ്, ദീപ വസന്തൻ എന്നിവർ സംസാരിച്ചു. കുപ്രസിദ്ധ ഗുണ്ട ഹരീഷും കൂട്ടാളിയും പോലീസ് പിടിയിലായി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വാടാനപ്പള്ളിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം കാർ ഡ്രൈവറെ മർദ്ദിക്കുകയും വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷം ഇവർ രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മതിലകം മതിൽമൂലയിൽ വെച്ച് പ്രതികളെ പിടികൂടിയത്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഗുണ്ടയായ കാട്ടൂർ കാട്ടൂക്കടവ് സ്വദേശി നന്ദനത്ത് പറമ്പിൽ ഹരീഷ്, എറണാകുളം മുളംതുരുത്തി സ്വദേശി ഇളിയാട്ടിൽ വീട്ടിൽ ജിത്തു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തു. ഹരീഷ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 46 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ജിത്തു 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജു, സനീഷ്, ഷനിൽ, ഷിജീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. തളിക്കുളം എരനേഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിൽ പാർവതി സ്വയംവര ഘോഷയാത്ര നടന്നു. നാദസ്വരവും മേളവും ഘോഷയാത്രയിൽ അകമ്പടിയായി. തുടർന്ന് യജ്ഞശാലയ്ക്ക് മുൻപിൽ ശിവപാർവതിമാരുടെ നൃത്തവും അരങ്ങേറി. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് പ്രിൻസ് മദൻ, സെക്രട്ടറി EB ഗുണശീലൻ, വൈസ് പ്രസിഡന്റ് EVN പ്രേംദാസ്, ജോയിന്റ് സെക്രട്ടറി EVS സ്മിത്ത്, ട്രഷറർ ഷൈജു ES, ഉന്നതാധികാര കമ്മിറ്റി പ്രസിഡന്റ് EC പ്രദീപ്, വികസന സമിതി ചെയർമാൻ EPK ബാലകൃഷ്ണൻ, കൺവീനർ അശോകൻ EG എന്നിവർ നേതൃത്വം നൽകി. പാർവതി സ്വയംവര ഘോഷയാത്രയോട് സഹകരിച്ച വല്ലത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾക്ക് നന്ദി എരനേഴുത്ത് ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. പഴുവിൽ സെന്റ് വിൻസെന്റ് ഡി പോൾ കപ്പേളയിൽ തിരുനാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 7-ന് ലതീൻ നൊവേന, തിരുനാൾ സന്ദേശം, നേർച്ച പായസ വിതരണം, വർണ്ണമഴ എന്നിവയുണ്ടായിരുന്നു. തിരുകർമ്മങ്ങൾക്ക് പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, സെന്റ് ജോൺ കുടുംബ കൂട്ടായ്മ, സെന്റ് ഡോൺ ബോസ്കോ കുടുംബ കൂട്ടായ്മ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
വടക്കേക്കാരമുക്ക് സെന്റ് ആന്റണീസ് പള്ളിയിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ കോൺഫറൻസ് പുണ്യാളന്റെ തിരുനാളും വാർഷികാഘോഷവും നടത്തി. വികാരി ഫാദർ പ്രദേശ് കലറക്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. KV ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ഫൊറോന AC പ്രസിഡന്റ് ജിനി മരിയ മുഖ്യാതിഥിയായിരുന്നു. ഇടവകയിലെ 75 വയസ്സ് തികഞ്ഞ 40ഓളം വ്യക്തികളെ ആദരിച്ചു. ഫൊറോന ഉപന്യാസ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ യൂണിറ്റ് അംഗം ലൈജി ഡിൻഡോയെ ചടങ്ങിൽ അനുമോദിച്ചു. സീന ഷാജൻ, ജോയ്മൻ പള്ളിക്കുന്നത്ത്, TP പോൾസൺ, യൂത്ത് പ്രതിനിധി ജെയ്സൺ ജോസഫ്, കോർഡിനേറ്റർ ജിനി സൈമൺ, ജിനി ജെയിംസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. അനുഭവ സമ്പത്തോടുകൂടെ വളരെ ഊർജ്ജസ്വലതയോടുകൂടെ നമ്മുടെ വിൻസെന്റ് പോൾ അംഗങ്ങൾ ഇടവകയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരുപാട് നന്മകൾ ഞാനിങ്ങനെ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടവകയ്ക്കകത്തും ഇടവകയ്ക്ക് പുറത്തും ജാതിമത ഭേദമന്യേ ഓരോ അവസരങ്ങളിലും ഏറ്റവും അനുയോജ്യമായ ഒരുപാട് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും ആത്മീയ പ്രവർത്തനങ്ങൾക്കൊക്കെ വിൻസെന്റ് പോൾ സൊസൈറ്റി നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒപ്പം ഇടവകയുടേതായ എല്ലാ പ്രവർത്തനങ്ങളിലും തിരുനാളാകട്ടെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബിരിയാണി സലഞ്ചായക്കളുടെ എന്ത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും വിൻസെന്റ് പോൾ സൊസൈറ്റിയിലെ അംഗങ്ങളുടെ ഒരു സജീവ സാന്നിധ്യം എല്ലാ മേഖലകളിലും നേതൃത്വത്തിലും ഉണ്ട് എന്നുള്ളതും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാർഷിക ദിനത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത് ഈ ഒരു ഊർജ്ജസ്വലതയോടുകൂടെ, ഈ ഒരു തീക്ഷ്ണതയോടുകൂടെ, ചൈതന്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നമ്മുടെ സമ്മതിദാനാവകാശം മോഷ്ടിക്കാതിരിക്കുക എന്ന മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള മണലൂർ മണ്ഡലം തല സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. മണ്ഡലം പ്രസിഡന്റ് MV അരുൺ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ KP ജോസ്, CA ജോയ്, സിന്ധു സുനിൽകുമാർ, ജോസ് നീലങ്കാവിൽ, TP തോമസ്, ഉണ്ണി പുത്തൻപുരയ്ക്കൽ, കൃഷ്ണരാജ് എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് SCP ഫണ്ട് 9 ലക്ഷം രൂപ ഉപയോഗിച്ച് പുനർനിർമ്മാണം നടത്തിയ ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലെ ചിറക്കൽ തൃക്കാമ്പള്ളം റോഡിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, പഞ്ചായത്ത് അംഗങ്ങളായ രമ്യ ഗോപിനാഥ്, CPI പ്രതിനിധി ഉല്ലാസ് കണ്ണോളി, BJP പ്രതിനിധി ഷാജി കളരിക്കൽ, മുസ്ലിം ലീഗ് പ്രതിനിധി PH ഇബ്രാഹിം, ചിറക്കൽ പള്ളി വികാരി സിൻഡോ പെരേപ്പാട് എന്നിവർ പങ്കെടുത്തു. അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഈ 5 വർഷം പൂർത്തീകരിക്കാൻ 2 മാസം അവശേഷിക്കുന്ന ഈ കാലയളവിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് നിർവഹിച്ച ഒരു ഭരണസമിതിയാണ് ഇന്ന് ബ്ലോക്കിൻ്റേത്. നമുക്കറിയാം, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 13 ഡിവിഷൻ, അതിൽ കക്ഷി രാഷ്ട്രീയം തന്നെ നോക്കാതെ, ഇടതുപക്ഷം മാത്രമൊന്നുമല്ല, അതിൽ UDF ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ രാഷ്ട്രീയ നിറം നോക്കാതെ ഏത് പ്രദേശത്താണ് വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചേരാത്തത് അവിടെ മെറിറ്റ് നോക്കിക്കൊണ്ട്, മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഈ ബ്ലോക്കിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അന്തിക്കാട് ശ്രീ തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കന്നിമാസത്തെ ഷഷ്ഠി സമുചിതമായി ആചരിച്ചു. രാവിലെ ഉഷപൂജ, വിശേഷാൽ അഭിഷേകങ്ങൾ, അമ്മമാരുടെ ഭജന എന്നിവ ഉണ്ടായിരുന്നു. മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാന ചടങ്ങ് ഉണ്ടായിരുന്നു. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രബോസ് മേനോത്തുപറമ്പിൽ, സെക്രട്ടറി ശശി പാലോളി, വൈസ് പ്രസിഡന്റ് പ്രീതിമോൻ വാലത്ത്, ഭുവനൻ തണ്ടാശ്ശേരി, അനിൽ മാക്കോത്ത്, അജയൻ മാക്കോത്ത്, മണികണ്ഠൻ കരുവത്ത്, മാതൃസംഘം പ്രസിഡന്റ് വസന്ത ഭുവനൻ, മറ്റു മാതൃസംഘം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ വാടാനപ്പള്ളി യൂണിറ്റ് സമ്മേളനവും കുടുംബസംഗമവും നടത്തി. വാടാനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ ചേർന്ന യോഗം അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് നിരൂപ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് MP ഷിഹാസ് അധ്യക്ഷത വഹിച്ചു. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സംഘടനയിൽ പുതുതായി അംഗത്വമെടുത്തവർക്ക് സ്വീകരണം നൽകി. തൃശൂർ ജില്ലാ സെക്രട്ടറി ജിഷോ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PR പോൾസൺ, യൂണിറ്റ് സെക്രട്ടറി VS സിനീഷ്, ട്രഷറർ ബിനോയ് ചന്ദ്രൻ, KC ബാബു, CS വിപിൻ, ശ്രീലക്ഷ്മി, നിതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. നടത്തണം, എല്ലാ അംഗങ്ങളും നമ്മളോട് സഹകരിക്കുക. കൂടാതെ നമ്മുടെ സംഘടനയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ 1950 തുടങ്ങിയ ഈ സംഘടന നിരവധി സഹായങ്ങൾ, അതായത് നമ്മളെ ഇലക്ട്രിക്കൽ വീട് വയറിങ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ജില്ലാ സമ്മേളനങ്ങൾക്ക് ആവശ്യത അനുഭവിക്കുന്ന ആ സ്ഥലത്തെ ഒരാൾക്കൊരു സഹായം ചെയ്യുക. പിന്നെ അതന്നെയല്ല, നമ്മൾ പ്രളയത്തിന് നമ്മൾ ഒട്ടനവധി വീടുകൾ കമ്പനിയുടെ സഹായത്തോടെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ വയറിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ മോട്ടറും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു കൊടുത്തൊരു സംഘടനയാണ്. നമ്മൾ ഒരു രാഷ്ട്രീയ സംഘടനയ്ക്കും നമ്മൾ ഇല്ല, നമ്മൾ സ്വതന്ത്രമായ ഒരു സംഘടനയാണ്. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കോട്ടക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ പുതുതായി പണി കഴിപ്പിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിനായി ആവശ്യമായ പദ്ധതി തയ്യാറാക്കി നൽകുമെന്ന് MLA ചടങ്ങിൽ അറിയിച്ചു. നിർമ്മാണോദ്ഘാടനത്തിനെത്തിയ MLAയോട് മൈതാനമില്ലാത്ത അവസ്ഥ പറഞ്ഞതോടെ ഗ്രൗണ്ട് നവീകരണത്തിനായി വേണ്ട പദ്ധതി നടപ്പിലാക്കുമെന്ന് MLA ഉറപ്പു നൽകുകയായിരുന്നു. നവകേരളം മിഷൻ 2 വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM അഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK സുദർശനൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KB സുരേഷ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുശീല സോമൻ, സതീഷ് പനിക്കൽ, ഗീതു കണ്ണൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KB സുധ, വാർഡ് മെമ്പർമാരായ ഉഷ സുകുമാരൻ, ഉഷ V പുരുഷോത്തമൻ, വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV അമ്പിളി, വിദ്യാകിരണം പദ്ധതി കോർഡിനേറ്റർ NK രമേശ്, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ V മഞ്ജുഷ, PTA പ്രസിഡന്റ് KH സുൽത്താൻ, പ്രധാനാധ്യാപിക PB ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ 30ാമത് വാർഷിക പൊതുയോഗം നടന്നു. സംഘം ഓഫീസ് ഹാളിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ സംഘം പ്രസിഡന്റ് ബാബു പനേക്കൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KV ജയശീലൻ, സെക്രട്ടറി സ്മിത VM, ഭരണസമിതി അംഗങ്ങളായ PC ജയപാലൻ, VK മോഹൻദാസ്, PV സഹദേവൻ, VK തമ്പി, KV ശങ്കരൻ, CK ജ്യോതികുമാർ, സാവിത്രി മോഹനൻ, തങ്കമണി സുന്ദരൻ, ഉഷ വേണുഗോപാൽ, സംഘം ജീവനക്കാരി സീന PV എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും ഉപഹാര സമർപ്പണവും സംഘത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച സ്വയം സഹായ ഗ്രൂപ്പുകളെ ആദരിക്കലും നടന്നു. വളരെ മികച്ച രൂപത്തിൽ തന്നെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പൊതുയോഗത്തിൽ ഞാൻ പറയുകയുണ്ടായി, നമ്മൾ പലവിധ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാൻ ആലോചനയിലുണ്ട്. അതുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സഹകരണ വകുപ്പിൻ്റെ മാറി മാറി വരുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഡയറക്ട് ബോർഡ് വിശദമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും കഴിഞ്ഞ വർഷം വരെയും നമ്മൾ മികച്ച പ്രവർത്തനം നടത്തി ലാഭത്തിൽ
നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് ഉയർന്നു വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യാദൃശ്ചികമായി ഈ വർഷം നമ്മൾ നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ട്. അതിന് കാരണം നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ പോരായ്മ കൊണ്ടല്ല. ലോക ഹൃദയാരോഗ്യ ദിനത്തിനോടനുബന്ധിച്ച് കേണ്ടസ് ആർട്സ് ക്ലബ് കണ്ടശാങ്കടവിന്റെ നേതൃത്വത്തിൽ ക്ലബ് പ്രസിഡന്റ് തോമസ് തോട്ടുങ്ങലിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച വാക്കത്തോൺ 2025 കണ്ടശാങ്കടവ് ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കമറ്റത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. നടത്തം ഹൃദയാരോഗ്യത്തിന് എന്ന വിഷയത്തെക്കുറിച്ച് മണലൂർ ഫാമിലി ഹെൽത്ത് സെന്റർ ഹെൽത്ത് ഇൻസ്പെക്ടർ TJ ദേവസി ഹൃദയാരോഗ്യ ദിന സന്ദേശം പങ്കുവച്ചു. കേണ്ടേഴ്സ് ആർട്സ് ക്ലബിന്റെ മുഖ്യ രക്ഷാധികാരി AP ജോസ് മാസ്റ്റർ, ക്ലബ് സെക്രട്ടറി CT ആന്റോ, ട്രഷറർ ജോൺസൺ പീറ്റർ, ജാഥ ക്യാപ്റ്റൻ ഷാലി വർഗീസ്, പ്രോഗ്രാം കൺവീനർ ജോസഫ് പള്ളിക്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മോർണിംഗ് ഹെൽത്ത് ക്ലബ് കണ്ടശാങ്കടവ്, ധ്രുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കാരമുക്ക്, നടന ഭാരതീയ നൃത്ത വിദ്യാലയം കാരമുക്ക്, ടീം കിടിലം കാരമുക്ക്, KCYM കണ്ടശാങ്കടവ്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഹൈസ്കൂൾ NSS വോളണ്ടിയേഴ്സ്, SNGS ഹൈസ്കൂൾ NSS വോളണ്ടിയേഴ്സ്, റെഡ് ക്രോസ് സൊസൈറ്റി വോളണ്ടിയേഴ്സ് തുടങ്ങിയവരുടെ സഹകരണവും ഉണ്ടായിരുന്നു. പെരുങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടന്ന വേദവേദ്യ സംഗീത സഭ തൃശൂരിന്റെ പഞ്ചരത്ന കീർത്തനാലാപനത്തോടു കൂടി സംഗീതോത്സവം അവസാനിച്ചു. തുടർന്ന് നർത്തകി രൂപ കിരൺ ബാംഗ്ലൂരിന്റെ ഭരതനാട്യത്തോടു കൂടി നൃത്തോത്സവത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് താണിക്കുടം നാട്യകലാക്ഷേത്രം അവതരിപ്പിച്ച നൃത്താർച്ചന, സംസ്ഥാന CBSE കലോത്സവ ജേതാവ് ഏങ്ങണ്ടിയൂർ മഹിക പ്രകാശിന്റെ മോഹിനിയാട്ടം, കലാമണ്ഡലം വൈഷ്ണവി, ഉണ്ണിമായ ശ്രീ ദുർഗ കലാലയം, മയൂരി നൃത്ത വിദ്യാലയം തൃത്തല്ലൂർ, ശിവാനി അരിമ്പൂർ, ഗൗരി എറവ, സാനിയ സന്ദീപ്, ആദിശ്രീ വലപ്പാട് എന്നിവർ അവതരിപ്പിച്ച ക്ലാസിക്കൽ ഡാൻസ് എന്നിവ അരങ്ങേറി. സംഗീത വിദ്വാൻ പ്രസാദ് ഇരവിമംഗലത്തെയും നർത്തകി രൂപ കിരണിനെയും കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി പൊന്നാടണിയിച്ച് ആദരിച്ചു. 5ാം ദിവസമായ തിങ്കളാഴ്ച ജിനേഷ് നാട്യേശ്വരയുടെ നൃത്താർച്ചന, രന്യ ജോഷി ഭരതനാട്യം, തപസിജിത് എടമുട്ടം കുച്ചുപ്പിടി, നോർത്ത് പറവൂർ ഓംകാര ഫ്യൂഷൻസിന്റെ വിദ്യാലയ തരംഗം, അമ്മ ഐശ്വര്യനാട്യ കലാതരംഗ് പുറത്തുശ്ശേരി, ശ്രീ ഭഗവതി വല്ലച്ചിറ, ശിവശക്തി അയ്യന്തോൾ എന്നിവരുടെ തിരുവാതിരക്കളിയും, ശ്രീ ദുർഗ കലാവേദി രുദ്രകാളിക, പത്താം കല്ല് എന്നിവരുടെ വീരനാട്യവും ഉണ്ടായിരിക്കും. വലപ്പാട് കരയാമുട്ടം സ്വദേശി അഫ്രിൻ ഫാത്തിമ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ് അവാർഡിന് അർഹയായി. ചെന്നൈയിൽ വെച്ച് നടന്ന അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ് അവാർഡാണ് കരയാമുട്ടം അൻസാർ രഹന ദമ്പതികളുടെ മകൾ അഫ്രിൻ ഫാത്തിമയ്ക്ക് ലഭിച്ചത്. കേരളത്തിൽ ആദ്യമായി നടന്ന ഭിന്നശേഷി കുട്ടികളുടെ സൗന്ദര്യ മത്സരത്തിലെ കേരള വിന്നറായിരുന്നു അഫ്രിൻ ഫാത്തിമ.
മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരുപാട് പ്രമുഖ വ്യക്തികളുടെ ആദരവുകളും അഷ്റിന് ലഭിച്ചിട്ടുണ്ട്. കലാഭവൻ മണി പുരസ്കാരം പ്രശസ്ത സിനിമാ താരങ്ങളായ മോഹൻലാൽ, ബിന്ദു പണിക്കർ, ജോജു ജോർജ് എന്നിവർ ചേർന്ന് അഷ്റിൻ ഫാത്തിമയ്ക്ക് നൽകിയിരുന്നു. രാഷ്ട്രപതിയുടെ ആദരവ് അഫ്രിനെ തേടിയെത്തിയിട്ടുണ്ട്. പൂമ്പാറ്റ കലാകൂട്ടായ്മയിലൂടെയാണ് അഷ്റിൻ ഫാത്തിമയെ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്. അഫ്രീൻ ഫാത്തിമ കഴിമ്പ്രം VPM SNTP സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. തളിക്കുളം BRC ടീച്ചർമാരുടെ പിന്തുണയും അഫ്രീന് കൂട്ടായുണ്ട്. ഇസ്മായിൽ കൊണ്ടാമ്പുള്ളിയുടെ അതിജീവനം എന്ന ചാനലിന്റെ ആദ്യ അവതാരിക കൂടിയാണ് അഫ്രീൻ. ഇസ്മായിൽ, ശ്രുതി സോമൻ എന്നിവർ അഫ്രീന്റെ ഈ വിജയത്തിന് കൂട്ടായുണ്ട്. നാട്ടിക എങ്ങണ്ടിയൂർ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ക്യാഷ് അവാർഡും പുരസ്കാരം നൽകി അനുമോദിക്കലും നടന്നു. സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR വാസു അധ്യക്ഷനായ ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. MA ഹാരിസ് ബാബു മുഖ്യാതിഥിയായി. മത്സ്യഫണ്ട് ജില്ലാ മാനേജർ സുജ, തൃശൂർ ജില്ലാ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ സീമ, കൊടിയാമ്പുഴ ദേവസ്വം പ്രസിഡന്റ് KK പ്രീതാംബരൻ, സെക്രട്ടറി PR നാരായണൻ, സംഘം ഭരണസമിതി അംഗം VS സൂരജ്, സംഘം സെക്രട്ടറി ഗ്രീഷ്മ പ്രദീപ് എന്നിവർ സംസാരിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തിയ വള്ളങ്ങളായ വേദവ്യാസൻ നമ്പർ 2, വേദവ്യാസൻ നമ്പർ 1, അമ്പാടി വള്ളം എന്നിവയിലെ തൊഴിലാളികളെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇനി അവർ ഡിഗ്രിക്ക് പോകാൻ പോകുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ PG തുടങ്ങി മുകളിലോട്ട് ഉന്നത വിജയം നേടി ഈ നാടിൻ്റെയും നമ്മുടെ കുടുംബങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇനി മുന്നിൽ അവർക്കുള്ളത്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു മാതൃകാ വിദ്യാർത്ഥിയായിട്ട് മാറുക. വലിയ പദവിയും അലങ്കാരങ്ങളും നിങ്ങളിൽ വന്നു ചേരുമ്പോൾ ഈ നാടിൻ്റെ പൂർവ്വ ചരിത്രം, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി രംഗത്തുള്ള ചരിത്രം, ഇന്ന് കാണുന്ന പളപളപ്പ് അല്ല. പഴയ മത്സ്യത്തൊഴിലാളികൾ, മുത്തച്ഛന്മാരായിട്ടുള്ള അല്ലെങ്കിൽ പൂർവികരായിട്ടുള്ളവർ നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ആ കുടുംബത്തിന് ഒരു ദിശാബോധം നൽകാൻ അവർക്ക് കഴിഞ്ഞത് നിങ്ങൾ കാണുന്ന ഇന്നത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ല. യന്ത്രം കണ്ടുപിടിക്കാത്ത കാലത്താണ് തണ്ടുവഞ്ചിയിൽ മാറുകണക്കിന് ദൂരെ പോയി നെഞ്ചും കൂട് തകർന്ന് കാറ്റത്തും മഴയത്തും കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ ഒന്നുമില്ല. അങ്ങനെ ഒരു ഐക്യത്തോടു കൂടി പോയി തിരിച്ചു വന്ന് സന്തോഷിച്ച് ജീവിച്ചിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കാരമുക്ക് ചാത്തംകുളങ്ങര ശ്രീദേവി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ആഘോഷ പരിപാടികളിൽ രാഹുൽ മംഗലത്ത്, രതീഷ് ചെമ്മനാടൻ, രാമൻ മഞ്ഞുമൽ എന്നിവർ അവതരിപ്പിച്ച സോപാന സംഗീതം, തുടർന്ന് കൊമ്പ്, പറ്റ്, തായമ്പക എന്നിവയും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് ക്ഷേത്രം മാനേജർ CM വിപിനകുമാർ, ക്ഷേത്രം ഭാരവാഹികളായ അനിൽകുമാർ, വസന്തകുമാർ, രഞ്ജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ ഷഷ്ടി വർണ്ണാഭമായി ആഘോഷിച്ചു. കുപ്രസിദ്ധ ഗുണ്ട ഹരീഷും കൂട്ടാളിയും പോലീസ് പിടിയിലായി.
ഏങ്ങണ്ടിയൂർ കോട്ടക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.